കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തരംഗചലനം എന്ന ചാപ്റ്ററിലുള്ള അനുദൈർഘ്യ തരംഗങ്ങളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. ആണി ഉപയോഗിച്ച് ഒരു സ്പ്രിങ് മേശമേൽ കുത്തനെ ഉറപ്പിക്കുക. ഒരു ചരടിന്റെ ഒരഗ്രം സ്പ്രിങ്ങിന്റെ മുകൾ ഭാഗത്തും രണ്ടാമത്തെ അഗ്രം 50 ഗ്രാം തൂക്ക കട്ടിയുമായും കെട്ടി ഉറപ്പിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ മേശയുടെ അഗ്രത്ത് ഉറപ്പിച്ച കപ്പിയിലൂടെ ചരട് കടത്തിവിടുക. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട് അല്ലെ, ഒരു സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് ആണി ഉപയോഗിച്ച് മേശേന്റെ മേലെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ചരട് ഈ ഒരു അറ്റത്ത് കെട്ടിയിട്ടുണ്ട്. മറ്റേ അറ്റത്തേക്ക് ചരട് ഒരു പുള്ളി വഴി, അതായത് പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ, പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പി അല്ലെ, കപ്പി വഴി എന്താണ് മറ്റേ അറ്റം 50 ഗ്രാം ഭാരം വരുന്ന ഒരു തൂക്കക്കട്ടിയുമായി ഉറപ്പിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. സ്പ്രിങ് തുടർച്ചയായി അമർത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്തു നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? നമ്മൾ ഒരു ആണി വെച്ചിട്ട് സ്പ്രിങ് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്യുക? ഈ സ്പ്രിങ് ഇങ്ങനെ അമർത്താനാണ് പറയുന്നത്. അമർത്താനും വിടാനുമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നിരീക്ഷിക്കാൻ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കൂ. ഈ ഒരു ചിത്രത്തിലുള്ള പോലെ ഒരു തരംഗം രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ചരടിലെ കണികകളുടെ ചലനം എപ്രകാരമാണ്? നമുക്ക് നോക്കാം. അതായത് നമ്മൾ കഴിഞ്ഞതിന് അനുദൈർഘ്യ തരംഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അനുദൈർഘ്യ തരംഗം ഇങ്ങനെ കൂടിയ ഭാഗം ഉണ്ടാവും, ലേശം കുറഞ്ഞ ഭാഗവും ഉണ്ടാവും അല്ലെ. വായുമർദ്ദം കൂടിയ ഭാഗവും ഉണ്ടാവും, വായുമർദ്ദം കുറഞ്ഞ ഭാഗവും ഉണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തരംഗം ചലിക്കുന്നത് ഇങ്ങോട്ടാണ്. ഈ തരംഗത്തിന് ചുറ്റും കണികകൾ ഉണ്ടാവല്ലോ, ആ കണികകളും എപ്രകാരമായിരുന്നു ചലിച്ചുകൊണ്ടിരുന്നത്? സമാന്തരമായിട്ടായിരുന്നു ചലിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ നമ്മളുടെ തരംഗം ഏകദേശം ഇങ്ങനെയാണ് അല്ലെ. തരംഗത്തിന്റെ ചലനം എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. പക്ഷെ തരംഗത്തിന്റെ കണികകൾ എങ്ങനെയാ ചലിക്കുന്നത്? മേലോട്ടും താഴോട്ടുമായിട്ടാണ് ചലിക്കുന്നത്. അതായത് ഏകദേശം ഇങ്ങനെയാണ് ചലിക്കുന്നത്. എന്ത് രീതിയിലാണ്? ലംബമായാണ് ചലിക്കുന്നത്. സമാന്തരമായി ഏതിലാണ് ചലിക്കുന്നത്? അനുദൈർഘ്യ തരംഗത്തിലാണ് സമാന്തരമായി ചലിക്കുന്നത്. അനുപ്രസ്ഥ തരംഗത്തിലെ കണികകൾ എപ്രകാരമാണ് ചലിക്കുന്നത്? ലംബമായിട്ടാണ് ചലിക്കുന്നത്. ഇത് ക്ലിയർ ആയിനോ? മനസ്സിലാക്കി വെക്കണേ ട്ടോ. അനുപ്രസ്ഥ തരംഗങ്ങളിൽ കണികകൾ തുലന സ്ഥാനത്ത് ആസ്പദമാക്കി ചരടിലെ കണികകളുടെ ചലനം എങ്ങനെയാണ്? ലംബമായിട്ടാണ്. ലംബം. തുലന സ്ഥാനത്ത് വെച്ച് ചലനം നടക്കുന്നത് ഇങ്ങനെയാണെങ്കിലും തുലന സ്ഥാനത്തിലുള്ള കണികകൾ എപ്രകാരമാണ് ചലിക്കുന്നത്? ഇങ്ങനെ ലംബമായിട്ടാണ് ചലിക്കുന്നത്. ചരടിൽ ഉണ്ടാകുന്ന തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചരടിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നത്? എങ്ങനെയാ? സമാന്തരമായിട്ടാണോ? അല്ല. സമാന്തരമായിട്ട് എന്തിലേനും ചലിക്കുന്നത്? അനുദൈർഘ്യ തരംഗത്തിലാണ് സമാന്തരമായി ചലിക്കുന്നത്. ലംബമായി ചലിക്കുന്ന ഏതിലാണ്? അനുപ്രസ്ഥ തരംഗങ്ങളിലാണ്. ഇത് എക്സാമിന് എന്തായാലും തീർച്ചയായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ എന്താണെന്ന്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു കണികകൾ ചലിക്കുന്നത്? സമാന്തരമായിട്ടായിരുന്നു കണികകൾ ചലിച്ചത്. അനുപ്രസ്ഥ തരംഗങ്ങളിലെ ലംബമായിട്ടാണ് ചലിച്ചത് അല്ലെ. അനുദൈർഘ്യ തരംഗങ്ങളിലെ വായുമർദ്ദം കൂടിയ ഭാഗവും ഉണ്ടാവും, വായുമർദ്ദം കുറഞ്ഞ ഭാഗവും ഉണ്ടാവും അല്ലെ. കംപ്രഷനും റാരിഫാക്ഷൻസും അല്ലെ. ഉച്ചനീച മർദ്ദ മേഖലകളും അല്ല, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? കംപ്രഷൻസും റാരിഫാക്ഷൻസും. ചരടിലെ ബിന്ദുക്കൾ അവയുടെ തുലന സ്ഥാനത്ത് നിന്നും ലംബമായി മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതല്ലാതെ അവയ്ക്ക് പരിണത സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല അല്ലെ. പരിണത സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. എന്താണ്? കണികകൾ എങ്ങനെയാ ചലിക്കുന്നത്? ലംബമായിട്ട് മുകളിലേക്കും താഴോട്ടുമാണ് ചലിക്കുന്നത്. ഏതില്? അനുദൈർഘ്യ തരംഗങ്ങളിൽ എങ്ങനെയാണ് ചലിക്കുന്നത്?
സമാന്തരമായിട്ടാണ്. അനുപ്രസ്ഥ തരംഗങ്ങളിൽ എങ്ങനെയാ ചലിക്കുന്നത്? ലംബമായിട്ടാണ് ചലിക്കുന്നത്. ഓർമ്മിച്ചു വെക്കണേ. അനുദൈർഘ്യ തരംഗങ്ങളിൽ സമാന്തരമായിട്ടും അനുപ്രസ്ഥ തരംഗങ്ങളിൽ എങ്ങനെയാ? ലംബമായിട്ടുമാണ് കണികകൾ സഞ്ചരിക്കുന്നത്. ഓക്കെ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? മാധ്യമത്തിലെ കണികകൾ, അതായത് എന്താ? ഇവിടെ ഇപ്പൊ എയർ ഉണ്ട് എന്ന് വിചാരിക്കുക. എയറിൽ എന്താ? കുറേ കണികകൾ ഉണ്ടാവും അല്ലെ? കുറേ കണികകൾ ഉണ്ടാവും. ഈ കണികകളൊക്കെ പ്രേഷണം ഇങ്ങോട്ടേക്കാ പ്രേഷണം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രേഷണം ചെയ്യുന്നതിന് ലംബമായിട്ട്, അതായത് ലംബമായിട്ടാണ്, ലംബം ഇങ്ങനെയല്ലേ? ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയും. അതിന് അങ്ങനെ അല്ലാണ്ട് കണികകൾ എങ്ങനെയാ? കണികകൾ ലംബമല്ലാണ്ട് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ ഇത് അനുദൈർഘ്യ തരംഗമാണ്, ഇത് അനുപ്രസ്ഥ തരംഗമാണ്. ലംബം വരുമ്പോ എന്താണ്? ലംബം വരുമ്പോ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. സമാന്തരാകുമ്പോ അനുദൈർഘ്യ തരംഗങ്ങളും ആണ്. ക്ലിയർ ആയില്ലേ? ചിത്രം 1.10 അനുപ്രസ്ഥ തരംഗ രൂപം നിരീക്ഷിക്കൂ. അനുപ്രസ്ഥ തരംഗങ്ങളിൽ തുലന സ്ഥാനത്തു നിന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ശൃംഗങ്ങൾ, ക്രസ്റ്റ്. ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഗർത്തങ്ങൾ. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളുടെ മുന്നേത്തെ ചിത്രത്തിലെ അനുപ്രസ്ഥ തരംഗങ്ങൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലെ? ഇങ്ങനെയായിരുന്നു. ഇതിനെന്താ? ഒരു തുലന സ്ഥാനം ഉണ്ടാവും അല്ലെ? ഒരു തുലന സ്ഥാനം ഉണ്ട്. ആ തുലന സ്ഥാനത്തിൽ വെച്ചിട്ട് ആ ഒരു എങ്ങനെയാ അത് കമ്പനം ചെയ്യുന്നത്? എങ്ങനെ? മുന്നോട്ടും താഴോട്ടും അല്ലെ, മേലോട്ടും താഴോട്ടും ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എന്തുണ്ടാവുന്നത്? വേവ് ഉണ്ടാവുന്നത് അല്ലെ? തരംഗം ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഉയർന്ന ഭാഗമുണ്ട്, ഒരു താണ ഭാഗമുണ്ട് അല്ലെ? ഒരു ഉയർന്ന ഭാഗമുണ്ട്, താണ ഭാഗമുണ്ട്. ഈ ഉയർന്ന ഭാഗത്തെ നമ്മൾ ശൃംഗങ്ങൾ എന്ന് വിളിക്കും. എന്താണ്? ക്രസ്റ്റ്. ഈ ഉയർന്ന ഭാഗത്തെ നമ്മൾ ശൃംഗങ്ങൾ എന്ന് വിളിക്കും. ഈ താഴ്ന്ന ഭാഗത്തെ നമ്മൾ ഗർത്തങ്ങൾ അല്ലെങ്കിൽ ട്രഫ് എന്ന് വിളിക്കും. ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അനുപ്രസ്ഥ തരംഗങ്ങളില് നമ്മളുടെ ഈ ഒരു തുലന സ്ഥാനം ഇല്ല, തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നിരിക്കുന്ന ഭാഗത്തെ നമ്മൾ ശൃംഗങ്ങൾ എന്ന് വിളിക്കും, ക്രസ്റ്റ് എന്ന് വിളിക്കും. താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നമ്മൾ ഗർത്തങ്ങൾ, ട്രഫ് എന്ന് വിളിക്കും. നമ്മളെ മറ്റേതില്ലേനോ? ഏത്? അനുദൈർഘ്യ തരംഗങ്ങളിലെ വായുമർദ്ദം കൂടിയ ഭാഗം ഉണ്ടായിരുന്നു, വായുമർദ്ദം കുറഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു അല്ലെ? കൂടിയ ഭാഗത്തെ നമ്മൾ കംപ്രഷൻസ് എന്നും കുറഞ്ഞ ഭാഗത്തെ റേറിഫാക്ഷൻസ് എന്നും വിളിക്കുമെന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ അനുപ്രസ്ഥ തരംഗങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? ക്രസ്റ്റും ട്രഫും. ഉയർന്ന ഭാഗത്തെ ക്രസ്റ്റ് അതായത് ശൃംഗങ്ങൾ എന്ന് വിളിക്കും, താഴ്ന്ന ഭാഗത്തെ ഗർത്തങ്ങൾ, ട്രഫ് എന്നും വിളിക്കും. ഇത് മാറിപ്പോവരുതേ ട്ടാ. കമ്പാരിസൺ ആയിട്ട്, അതായത് ഒരു പെട്ടി തന്നിട്ട് ഒരു സൈഡില് അനുദൈർഘ്യ തരംഗവും മറ്റേ സൈഡിൽ അനുപ്രസ്ഥ തരംഗവും തന്നിട്ട് എഴുതാനായിട്ടൊക്കെ ചോദിക്കും കേട്ടോ. നമുക്ക് നോക്കാം. സ്ലിംഗി മേശപ്പുറത്ത് വെച്ച ശേഷം അതിന്റെ രണ്ടഗ്രങ്ങളും വലിച്ചു പിടിക്കുക. സ്ലിംഗിയുടെ ഒരഗ്രത്തിൽ പിടിച്ച് സ്ലിംഗിയെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക. ഇവിടെ എങ്ങനെയാ? ഇവിടെ ഒരു സ്ലിംഗി കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലെ? സ്ലിംഗി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. സ്ലിംഗി ഇങ്ങനെ ചലിപ്പിക്കുക. അതായത് ഇവിടെ നമ്മൾ കൈ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ചലിപ്പിക്കുക. കൈ ഇങ്ങനെ ചലിപ്പിക്കുക. അപ്പൊ സ്ലിംഗി എങ്ങനെയായിരിക്കും പോവാ? ഇങ്ങനെ അല്ലെ? ഒരു ഉയർന്ന പ്രദേശവും താണ പ്രദേശവും കണ്ടില്ലേ? ഒരു ഉയർന്ന പ്രദേശവും താണ പ്രദേശമായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ? ഉയർന്ന പ്രദേശവും താണ പ്രദേശവും. ഉയർന്ന പ്രദേശത്തെ വിളിക്കുന്ന പേര് ശൃംഗങ്ങൾ, താഴ്ന്ന പ്രദേശത്തെ വിളിക്കുന്ന പേര് ഗർത്തങ്ങൾ. സ്ലിംഗിയിൽ ഉണ്ടാക്കിയ തരംഗരൂപത്തിന് സമാന്തരമായാണോ ലംബമായാണോ വലയങ്ങൾ ചലിക്കുന്നത്? എങ്ങനെയാ ചലിക്കുന്നത്? സമാന്തരമാണോ? അല്ല, സമാന്തരമായി ചലിക്കുക ഏതിലാണ്? അനുദൈർഘ്യ തരംഗങ്ങളിലാണ് അല്ലെ? ലംബമായി ഏതിലാണ് ചലിക്കുക? അനുപ്രസ്ഥ തരംഗങ്ങളില്. സ്ലിംഗിയിൽ ഉണ്ടായത് ഏത് തരം തരംഗരൂപമാണ്? ഏത് തരമാണ് ഉണ്ടായത്? അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെ? അനുപ്രസ്ഥ തരംഗങ്ങൾ, അനുപ്രസ്ഥ തരംഗങ്ങളാണ് ഇവിടെ രൂപം കൊണ്ടത്.
വൈദ്യുത കാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഇതും കൂടി ഓർമ്മിച്ചു വെക്കണം. എന്താ? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ത് തരംഗങ്ങളാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ ആണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അനുദൈർഘ്യ തരംഗമുണ്ട്, അനുപ്രസ്ഥ തരംഗമുണ്ട്. അനുദൈർഘ്യ തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തരംഗത്തിന്റെ ചലനം ഇങ്ങനെയാണെങ്കിൽ തരംഗത്തിന്റെ ചലനത്തിന് സമാന്തരമായിട്ടായിരിക്കും കണികകളുടെ ചലനം. ഇങ്ങനെയുള്ളതിനെ നമ്മൾ അനുദൈർഘ്യ തരംഗം എന്നാണ് വിളിക്കുക. അനുദൈർഘ്യ തരംഗത്തിൽ നമുക്ക് അടുത്തടുത്തുള്ള ഭാഗങ്ങളും ഉണ്ടാവും, ദൂരെയുള്ള ഭാഗങ്ങളും ഉണ്ടാവും അല്ലെ. അടുത്തടുത്ത് വായുമർദ്ദം കൂടുതലായിരിക്കും, ഇവിടെയോ വായുമർദ്ദം കുറവായിരിക്കും. അങ്ങനെയുള്ള ഭാഗങ്ങളെ നമ്മൾ കംപ്രഷൻസ്, സി എന്നുള്ള ലെറ്ററും ഇവിടെ ആർ, റാരിഫാക്ഷൻസ് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. അതായത് നമുക്ക് നോക്കാം, കംപ്രഷൻസും റാരിഫാക്ഷൻസും ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും, ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും എന്ന് നമ്മൾ വിളിക്കും അല്ലെ. പിന്നെ എന്തായിരുന്നു ഇതിൽ പഠിച്ചിട്ടുള്ളത്? സൗണ്ട് അല്ലെ, ശബ്ദം എന്തായിരുന്നു? ശബ്ദം ഈ ഒരു തരംഗത്തിന് ഉദാഹരണമാണ്. ഏത്? അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ് ശബ്ദം. ഇത്രയാണ് നമുക്ക് അനുദൈർഘ്യ തരംഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തതാണ് അനുപ്രസ്ഥ തരംഗം. അനുപ്രസ്ഥ തരംഗം എന്തായിരുന്നു? നമ്മൾ തരംഗ ചലനം ഇങ്ങനെയാണെങ്കിൽ വായുവിലുള്ള മാധ്യമത്തിലുള്ള കണികകൾ എങ്ങനെയായിരിക്കും ചലിക്കുക? ലംബമായിട്ടായിരിക്കും ചലിക്കുക അല്ലെ. എങ്ങനെയാണ്? വായുവിലെ അല്ലെങ്കിൽ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് എങ്ങനെയാണ് ചലിക്കുക? ലംബമായിട്ടാണ് ചലിക്കുക. പിന്നെ എന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്? ഒരു തുലന സ്ഥാനത്തിൽ നിന്നും പൊന്തിയ അല്ലെ, ഉയർന്ന സ്ഥാനവും ഉണ്ടാവും താഴ്ന്ന സ്ഥാനവും ഉണ്ടാവും. ഉയർന്ന സ്ഥാനങ്ങളിലെ ശൃംഗങ്ങൾ എന്നും താഴ്ന്ന ഭാഗത്തെ ഗർത്തങ്ങൾ എന്നും നമ്മൾ പറയും. പിന്നെ ഇവിടെ പഠിച്ചിട്ടുള്ളത്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ. വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്തിനുള്ള ഉദാഹരണമാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്തിനുദാഹരണമാണ്? അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ കുറച്ച് തരംഗങ്ങൾ, അതായത് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ബോക്സ് തന്നിട്ടുണ്ട്. ആ 2 ബോക്സിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അനുദൈർഘ്യ തരംഗമുണ്ട്, അനുപ്രസ്ഥ തരംഗമുണ്ട്. നമുക്ക് നോക്കാം. തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. അത് ഏതിലായിരുന്നു? ലംബമായിട്ട് എന്തിലായിരുന്നു? നമ്മൾ ഇപ്പൊ പഠിച്ച അല്ലെ, അനുപ്രസ്ഥയിലാണ് എങ്ങനെ കണികകൾ പ്രേഷണം ചെയ്യുന്നത്? ലംബമായിട്ട് അല്ലെ, അനുപ്രസ്ഥ. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു. ഏതിലായിരുന്നു ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നത്? അനുദൈർഘ്യ തരംഗത്തിലാണ് അല്ലെ, അനുദൈർഘ്യ തരംഗത്തില്. മാധ്യമത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. മർദ്ദ വ്യതിയാനങ്ങൾ ഏതിലായിരുന്നു ഉണ്ടായിരുന്നത്? അനുദൈർഘ്യ തരംഗത്തിലായിരുന്നു അല്ലെ. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഏതിലായിരുന്നു? അനുപ്രസ്ഥ തരംഗങ്ങളിലാണ് ഇതുണ്ടാവുന്നത്. തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. അത് ഏതിലാണ്? അനുദൈർഘ്യ തരംഗങ്ങളിലാണ്. മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നില്ല. അതേതാണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ക്ലിയർ ആയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ. സമാന്തരമായിട്ടാണെങ്കിൽ അത് അനുദൈർഘ്യ തരംഗമാണ്, ലംബമായിട്ടാണെങ്കിലോ അത് അനുപ്രസ്ഥ തരംഗമായിരിക്കും. വായുമർദ്ദം കൂടിയ ഭാഗവും വായുമർദ്ദം കുറഞ്ഞ ഭാഗവും ഉണ്ടാവും അല്ലെ. അത് ഏതിലാണ്? അനുദൈർഘ്യ തരംഗത്തിലാണ് ഉണ്ടാകുന്നത്. ഉച്ചമർദ്ദങ്ങളും നീചമർദ്ദങ്ങളും അനുദൈർഘ്യ തരംഗത്തിലാണ് ഉണ്ടാവുക. ശൃംഗങ്ങളും ഗർത്തങ്ങളും എവിടെയാണ് ഉണ്ടാവുക? അനുപ്രസ്ഥ തരംഗങ്ങളിലാണ്. ഇവിടെ മർദ്ദ വ്യതിയാനം സംഭവിക്കുന്നില്ല അല്ലെ.
അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. ഇത്രയും പോയിന്റ് നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നോക്കാം തരംഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് തരംഗങ്ങളുടെ സവിശേഷതകൾ. തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം എന്നിവ. ഇതില് 3 കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ആയതി എന്താണെന്നും ആവൃത്തി എന്താണെന്നും പീരിയഡ് എന്താണെന്നും നമ്മൾ പഠിച്ചതാ അല്ലെ. അതെന്താണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം അല്ലെ. ആയതി നമുക്കറിയാം, ഊഞ്ഞാലിന്റെ കേസ് വെച്ച് പറയാം. ഊഞ്ഞാല് ഇങ്ങോട്ടേക്കും പോവും ഇങ്ങോട്ടേക്കും പോവും അല്ലെ. ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തെ ആയിരുന്നു നമ്മൾ തുലന സ്ഥാനം എന്ന് പറഞ്ഞ അല്ലെ. തുലന സ്ഥാനം. അപ്പൊ ആയതി എന്ന് വെച്ച് കഴിഞ്ഞാല് തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ ആയിരുന്നു ആയതി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ ആയിരുന്നു ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്ന് പറഞ്ഞിട്ടുള്ളത്. തരംഗത്തിലെ ഒരു കണികയുടെ സ്ഥാനാന്തര സമയ ഗ്രാഫ് ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ ഉണ്ട് എന്താണ്, ഒരു സ്ഥാനാന്തരവും സമയത്തിന്റെയും ഒരു ഗ്രാഫ് ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ്? എന്താണ്? ഇതാണ് സ്ഥാനാന്തരം. ഇതാണ് തുലന സ്ഥാനം. ഈ ഒരു വരയാണ് തുലന സ്ഥാനം. ഈ ഒരു വരയിൽ നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ ആയിരുന്നു ആയതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ തുലന സ്ഥാനത്ത് നിന്നും പരമാവധി സ്ഥാനാന്തരം വരുന്നത് എവിടെയൊക്കെയാണ്? ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടോ? ഇല്ല, ഇത് പരമാവധി അല്ല അല്ലെ. ഇവിടെയല്ലേ പരമാവധി എന്ന് വരുന്നത്. അപ്പോ എ പരമാവധിയാണ്, സിയും പരമാവധിയാണ്, ഇയും പരമാവധിയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? എയും സിയും ഇയും. ചിത്രത്തിൽ തരംഗത്തിന്റെ ആയതി എത്ര? ഈ എന്ന് പറയുന്ന പോയിന്റ് ഏത് നമ്പറിന് നേരെയാണുള്ളത്? 2 അല്ലെ. അപ്പൊ എത്ര ആയതി വരുന്നത്? 2 സെന്റിമീറ്റർ. ഇവിടെ സെന്റിമീറ്റർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 സെന്റിമീറ്റർ എന്ന് എഴുതിയത്. ഇവിടെ ഇപ്പൊ മീറ്റർ ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 2 മീറ്ററിന് എഴുതും ട്ടോ. ഇവിടെ ഇപ്പൊ എത്ര ഉള്ളത്? 2 സെന്റിമീറ്റർ. ഇത് ക്ലിയർ ആയില്ലേ? ആയതി എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. പീരിയഡ് എന്തായിരുന്നു? ഒരു കമ്പനം ല്ലെ, ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു ദോലനം ല്ലെ. ഒരു ദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? തുലന സ്ഥാനത്ത് നിന്നും ഇങ്ങനെ പോയി 2 വശങ്ങളിലേക്ക് ല്ലെ. തുലന സ്ഥാനത്ത് നിന്നും തുടങ്ങി ഇരുവശങ്ങളിലേക്കും പോയിട്ട് അതേ വശത്തിലേക്ക് തുലന സ്ഥാനത്തിൽ എത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതെന്താകുന്നത്? ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ അല്ലെ, ഒരു കമ്പനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോ ഇങ്ങനെ ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു ദോലനം ചെയ്യാൻ എടുക്കുന്ന സമയത്തെ ആയിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? പീരിയഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെ എത്താൻ എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതിനെയായിരുന്നു നമ്മൾ പീരിയഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഏതായിരുന്നു? ലെറ്റർ ടി അല്ലെ. ചിത്രം 1.11 മാധ്യമത്തിലെ കണിക ഒരു കമ്പനം സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുന്നതെന്ന്. ഒരു കമ്പനം ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? ഒരു കമ്പനം ഇവിടെ നോക്ക്. ഒരു കമ്പനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ എത്തുന്ന അല്ലെ, ഇങ്ങനെ വരുന്ന. അപ്പൊ ഇത്രയും ഭാഗം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്?
1 സെക്കൻഡ് ആണ് അല്ലേ? എത്ര? 1 സെക്കൻഡ് ആണ്. ചിത്രത്തിലെ തരംഗത്തിന്റെ പീരിയഡ് എത്ര? ചിത്രത്തിലെ തരംഗത്തിന്റെ പീരിയഡ് എത്രയാണ്? 1 തന്നെ അല്ലേ? പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാലും എത്ര സമയം എടുക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം തന്നെ അല്ലേ അല്ലേ? പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു കമ്പനം ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലേ? ഒരു കമ്പനം ചെയ്യാൻ എടുക്കുന്ന സമയവും പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെയിം തന്നെയാണ്. ഇവിടെ എത്രയാ ഒരു കമ്പനം ചെയ്യാൻ എടുക്കുന്ന സമയം? 1 സെക്കൻഡ് ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇവിടെ നോക്കൂ, സൈക്കിൾ അല്ലെ? തരംഗ ചലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനമാണ് ഒരു സൈക്കിൾ. ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കമ്പനം എന്ന് വെച്ച് കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് തുലന സ്ഥാനത്ത് നിന്നും ഇങ്ങനെ വരുന്നത് അല്ലെ? 1, 2 പൂർണ്ണമായ ഒരു ദോലനം, അതായത് ഒരു ദോലനം ഫുള്ള് വരുവാണെങ്കിൽ അതിനെ നമ്മൾ സൈക്കിൾ എന്നാണ് പറയാ. അടുത്ത നമുക്ക് നോക്കാം, ആവൃത്തി. എന്താണ് ആവൃത്തി? ആവൃത്തിയും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആവൃത്തി എന്തായിരുന്നു? ഒരു സെക്കൻഡിൽ അല്ലെ? ഒരു സെക്കൻഡിൽ എത്ര ദോലനം അല്ലെ? ഒരു സെക്കൻഡിൽ എത്ര ദോലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ? ഒരു സെക്കൻഡിൽ എത്ര ദോലനം അല്ലെങ്കിൽ എത്ര സൈക്കിള് ഉണ്ട് എന്നുള്ള, എത്ര ദോലനം അല്ലെങ്കിൽ എത്ര സൈക്കിള് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ലെറ്റർ ഏതായിരുന്നു? എഫ് അല്ലെ? ഒരു ബിന്ദുവിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണല്ലോ തരംഗത്തിന്റെ ആവൃത്തി. ചിത്രം 1.11-ൽ തരംഗം ഓയിൽ നിന്ന് ഡിയിലെത്താൻ ഒരു സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി കണ്ടെത്തൂ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ മുന്നിലത്തെ ഒരു ചിത്രം ഉണ്ട് അല്ലെ? ആ ചിത്രത്തിൽ ഓയിൽ നിന്ന് ഡിയിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി, ആവൃത്തി എത്രയാണെന്നാ ചോദിച്ചത്. ആവൃത്തി എത്രയാ? 1 അല്ലെ? 1 ആവൃത്തി ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയി പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു തരംഗം വരക്കുന്നുണ്ട്. ഓക്കെ, ഇവിടം വരെ എത്താൻ 0.5 സെക്കൻഡ് ആണ് കേട്ടോ. 0.5 സെക്കൻഡ്. ഇവിടം വരെ എത്താൻ 1 സെക്കൻഡാണ്. ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്നാണ് തരംഗം തുടങ്ങുന്നത്. അപ്പോ എൻ്റെ ചോദ്യം, എത്ര ആവൃത്തി ഉണ്ട് ഇതിൽ എന്നാണ്. എത്ര ആവൃത്തി ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ എത്രയാണ് ഈ ഒരു തരംഗത്തിന്റെ ആവൃത്തി എത്രയാ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? തരംഗം ഒരു സെക്കൻഡിൽ എത്തുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. തരംഗം ഒരു സെക്കൻഡിൽ എത്തുന്ന എവിടെയാണ്? ഇവിടെയാണ് അല്ലെ? തരംഗം ഇവിടെയാണ് ഒരു സെക്കൻഡിൽ എത്തുന്നത്. ഇനി എന്ത് ചെയ്യുക? ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേനും ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആവൃത്തി അല്ലെ? ഇവിടെ നോക്കാം, ഇവിടെ എത്ര ഉണ്ടാക്കുന്നുണ്ട്? ഇവിടം വരെ എത്തുമ്പോൾ 1 ആയി അല്ലെ? പിന്നെ എന്താ? ഇവിടെ എത്തുമ്പോഴേക്ക് 2 ആയി അല്ലെ? അപ്പൊ ഈ ഒരു തരംഗത്തിന്റെ ആവൃത്തി എത്രയാ? 2 ഹെർട്സ് ആണ് അല്ലെ? ഇതേ സംഭവം തന്നെ വേറൊന്ന് വരക്കാം. ഓക്കെ, ഇവിടെ എത്രയാണ് ആവൃത്തി വന്നിട്ടുള്ളത്? എത്രയാ? നമുക്ക് നോക്കാം. 1, 2. ഒന്നുകൂടി പറയാൻ വിട്ടുപോയി. ഇവിടുന്ന് 0, ഇവിടെ എത്തുമ്പോൾ 1 സെക്കൻഡ് കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ 0 സമയമാണ്, ഇവിടെ എത്തുന്നത് 1 സെക്കൻഡിലാണ്. അപ്പൊ എത്രയാണ് ഇതിന്റെ ആവൃത്തി? നമുക്ക് നോക്കാം. എത്ര സൈക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കിയാ പോരെ അല്ലെ? എത്രയാ? 1, 2, 3, 4, 5 അല്ലെ? 5 ആണ്. 5 ഹെർട്സ് ആണ് വരുന്നത്. അപ്പോ ഇവിടെ ഇവിടുത്തെ ആവൃത്തി എത്രയാണെന്ന് ചോദിക്കുന്നത്. എന്താ? ഈ ഒരു ചിത്രത്തിലെ ആവൃത്തി എത്രയാണെന്ന് ചോദിക്കുന്നത്. എത്ര ഇവിടുത്തെ ആവൃത്തി? ഇവിടുത്തെ ആവൃത്തി എത്രയാ? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ എത്തുമ്പോഴേക്കും 1 സെക്കൻഡാ. അപ്പൊ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? ആകെ 1 സൈക്കിൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ? 1 സൈക്കിൾ മാത്രമേ 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആവൃത്തി എത്രയാ? 1 ഹെർട്സ് ആണ്. 1 ഹെർട്സ് ആണ്.
ക്ലിയർ ആയില്ലേ? ഓയിൽ നിന്ന് ഡിയിൽ എത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? 1 ആണ് അല്ലെ? 1 ഹെർട്സ് ആണ്. യൂണിറ്റ് എന്തേനു? ഹെർട്സ്. ആവൃത്തിന്റെ ലെറ്റർ എഫ്. യൂണിറ്റ് എന്തായിരുന്നു? ഹെർട്സ് ആയിരുന്നു. ആംപ്ലിറ്റ്യൂഡിന്റെ ലെറ്റർ എ. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ ആണ്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പീരിയഡ് അല്ലെ? പീരിയഡിന്റെ ലെറ്റർ ടി ആണ്. യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലെ? എന്തൊക്കെയാ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്? ആയതി, പീരിയഡ്, ആവൃത്തി അല്ലെ? ഇതൊക്കെ എന്തായിരുന്നു? തരംഗങ്ങളുടെ സവിശേഷതകളായിരുന്നു അല്ലെ? തരംഗങ്ങളുടെ സവിശേഷതകളാണ് ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗദൈർഘ്യം, തരംഗവേഗം എന്നിവ. ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കി. ഇനി എന്താണ്? തരംഗദൈർഘ്യവും തരംഗവേഗവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതുവരെ ഉള്ളതൊക്കെ നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആയിട്ട് നോട്ടൊക്കെ എഴുതി വെക്ക്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.